ആദ്യം തന്നെ സിനിമകൾ കാണിച്ചു തന്ന ചില പ്രണയങ്ങൾ, അതിൽ ഇഷ്ടമുള്ള ആളോട് അധികാരം കാണിക്കുകയും അവരെ കടന്നു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഹീറോയിസമാണെന്ന് പല സിനിമയിലും കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടാലെന്താ? എന്റെ അല്ലേ ഉറപ്പെണ്ണ്? ഞാൻ പോവാ. നിക്ക്, പാദസരം വേണ്ടേ? എന്താ തൊട്ടാ കറുത്തു? ക്ഷണക്കത്ത് എന്ന മൂവിയിലെ നായകൻ ചെയ്യുന്നത് ആ കുട്ടി പോകുന്നിടത്തെല്ലാം പുറകെ ചെന്ന് ശല്യപ്പെടുത്തുകയും ഇതുപോലെ തന്നെ അധികാരത്തോടെ സംസാരിക്കുകയും ആ കുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്തരം പ്രവണതകൾ വളർത്തുവാൻ സിനിമ കാരണമായിട്ടുണ്ട്. വിവേക്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സ്വന്തം കൈയക്ഷരം വായിച്ചു നോക്ക. ഇന്ന് വൈകിട്ട് 3:30 ബോട്ട് ഹൗസിൽ വരണം. പാർവതി ആയാലും മഹാലക്ഷ്മി ആയാലും വന്നിരിക്കും. വലിയ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളൊക്കെ മോശമാണെന്ന് കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. തമ്പ്രാക്കന്മാർ സുന്ദരികളായ പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുന്ന കാര്യം അത്ര പുത്രിയൊന്നുമല്ല. പക്ഷേ അതൊരു അടുപ്പം മാത്രമാ. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആവശ്യം കഴിഞ്ഞൊരു തീണ്ടാപ്പാടകലെ എന്ന തമ്പുരാക്കന്മാരുടെ ശൈലി എനിക്ക് പറ്റില്ല. ദേവൻ കുഞ്ഞ് ആരോടാ സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ അച്ഛനോട് തന്നെ. ദാസി പെണ്ണാണെങ്കിലും ഇവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നോളാ. ദേവാ, ഞാൻ കാവും പാട്ടെ പഴയ അടിച്ചു തെളിക്കാരി ദേവകിയുടെ മകൻ അച്യുതക്കുറുപ്പ്. നമുക്ക് ഈ കണ്ണുമറ്റിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിയാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്? സിനിമകളിൽ പട്ടാളക്കാരെ കോമാളികളാക്കിയും അവരുടെ ഭാര്യമാർ മോശം സ്വഭാവമുള്ളവരാക്കിയും ഒക്കെ ചിത്രീകരിക്കുന്ന പല സിനിമകളുണ്ട്. കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായി പോയല്ലേ. പള്ളനേരി നാളെ എത്തിക്കാം. എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടിയോടെ ഉള്ളപ്പോ പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരനെ കത്തെഴുതാൻ പറ്റിയെന്നവരില്ല. വേണ്ട, ഞാൻ എടുക്കാം. നാടക നടികളായ സ്ത്രീകളൊക്കെ മോശക്കാരാക്കി കാണിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. നാടകത്തിലായാലും എന്റെ ഹീറോയിനായിട്ട് അഭിനയിച്ചല്ലേ. അന്ന് സരസം അങ്ങനെയൊന്നുമല്ല, നല്ല മെലിഞ്ഞ് സുന്ദരിയായിരുന്നു. എന്ന് മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ വർഷം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി സൗന്ദര്യക്കുമ്പോ ആപ്പിള് വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദര്യ ഞാൻ കാത്തിരിക്കേ മോളെ, നമുക്ക് അങ്ങോട്ട് വലിയതാ ചായക്കടാ. ആയിക്കോട്ടെ. ആലിമൂട്ടിൽ കമലത്തിന്റെ വീട് വിടാ. വയസ്സാം കാലത്ത് കമലത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. 50ലും ആശയി വരും. നമ്മളിൽ പലരും രാജാക്കന്മാരെയും രാജകുടുംബങ്ങളെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളത് സിനിമകളിലൂടെയാണ്. പക്ഷേ സിനിമകളിൽ കാണിച്ചേക്കുന്ന പോലെ എപ്പോഴും വേഷം കെട്ടി രാജസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവരാണോ അവർ? അല്ല, അവർ രാജഭരണം കഴിഞ്ഞതോടുകൂടി നമ്മളെപ്പോലെ നോർമൽ ലൈഫിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ സിനിമകളിൽ അതിനെ കുറച്ചുകൂടി വലുതാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1897 ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം. ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ്. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒത്തുവന്നാച്ചാ. ഒരിക്കലും ഒരു ആണും പെണ്ണും സുഹൃത്തുക്കളായി ജീവിതകാലം മുഴുവൻ ജീവിക്കില്ല, എന്നെങ്കിലും അവർ കല്യാണം കഴിക്കും എന്ന തരത്തിലുള്ള മെസ്സേജുകൾ കണ്ടിരിക്കുന്നത് സിനിമയിലൂടെയാണ്. സിനിമയാണ് സമൂഹത്തിന് അത്തരത്തിലുള്ള തെറ്റായ മെസ്സേജുകൾ കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയിൽ വളരെ ബോൾഡായ ഒരു പെൺകുട്ടി ചെന്നൈയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയും അവിടെ ഒരു മലയാളി സുഹൃത്തിനെ കിട്ടുകയും അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസമാക്കുകയും ചെയ്യുന്നു. താമസം തുടങ്ങിയപ്പോൾ തന്നെ ആ കുട്ടി തൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാക്കിയിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ റാമിന് വിഷമം തോന്നും. മാസത്തിൽ 3000 പകുതി 1500 ഞാൻ റാമിന് തന്റെ കല്യാണക്കാര്യവും ഉള്ളതുപോലെ ആ കുട്ടി പറയുകയും ചെയ്തിരുന്നതാണ്. എനിക്ക് പെട്ടെന്നൊന്ന് നാട്ടിൽ പോണം. അച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു. നാളെ എന്റെ കല്യാണ നിശ്ചയമാണ്. ലീവ് കിട്ടില്ല, ബോസ് വിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്.
കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ എന്നാൽ നായകൻ തന്റെ സുഹൃത്തിന്റെ വാക്കും കേട്ട് ആ കല്യാണത്തിന് പോവുകയും ആ കുട്ടിക്ക് തന്നെ തിരിച്ചിഷ്ടമുണ്ടോ എന്ന് പോലും അറിയാതെ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുട്ടിയുടെ കല്യാണം മുടങ്ങുകയും ആ പെൺകുട്ടി എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയും അച്ഛന്റെ സമ്മർദ്ദം മൂലം ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആ വ്യക്തിയെ വിവാഹം കഴിക്കേണ്ടതുമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതുപോലെ തന്നെ ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധങ്ങളുടെ വില കളയുന്ന ഒരു സിനിമയാണ് നിറം. പഠിച്ചവർ, തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തെ കല്യാണം, അതിലൊക്കെ തമാശ. ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ കെട്ടുകളുമാര് ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു. സിനിമയുടെ തുടക്കത്തിൽ നായകനും നായികയും തമ്മിലുള്ള വളരെ മനോഹരമായ സുഹൃത്ത് ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വീട് പോലെ കഴിയുന്ന 2 ഫാമിലിയാണ്. പക്ഷേ വർഷ എന്ന കഥാപാത്രത്തിന്റെ ഒറ്റ ചോദ്യം കൊണ്ട് ഈ സിനിമയിലെ ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുകയാണ്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും. ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും. അത്രയും നേരം വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിരുന്ന സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തെറ്റിദ്ധരിക്കാൻ പോലും ഇത്തരം സിനിമകൾ കാരണമായിട്ടുണ്ടാകാം. ജാതി പറയുന്ന സിനിമകൾ. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. പെൺകുട്ടികൾ ആൺകുട്ടികളെ ശല്യം ചെയ്യുന്നതിനെ നോർമലൈസ് ചെയ്യുന്ന സിനിമകൾ. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ചാരിത്രം നഷ്ടപ്പെട്ടവരായി ചിത്രീകരിക്കുന്ന സിനിമകൾ. സാറേ, കേൾക്കുമ്പോ തോന്നും ദുഷ്ടത്തരാന്ന്. എന്റെ സ്ഥാനത്തെന്ന് സാറൊന്ന് ആലോചിക്കണം. പലരും കൈവച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.